Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണം ഓഗസ്റ്റ് 11 അർദ്ധരാത്രി ആരംഭിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന അതിപുരാതനവും പ്രസിദ്ധവുമായ പുണ്യസങ്കേതമാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠയാലും പുണ്യനദിയായ പെരിയാർ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു എന്നതിനാലും ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായി കരുതപ്പെടുന്നു. ബലിയിടുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്കായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ ബലിതർപ്പണം നടത്തി ക്ഷേത്ര ദർശനം നടത്തി തിരികെ പോകുന്നതിലേക്ക് വിശാലമായ സംവിധാനങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. മഴ നനയാതെ പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര കടവിലും പരിസരത്തും വിശാലമായ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 1000-ലധികം പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിലേക്ക് ബലിതടകകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സ്കൂബ ടീം അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരെയും അതുപോലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പുലർച്ചെ 6:30 മണി മുതൽ പ്രഭാത ഭക്ഷണവും തുടർന്ന് ഉച്ചഭക്ഷണവും സൗജന്യമായി നൽകുന്നതിനുള്ള ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട്. 6,35,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ഏർപ്പെട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്ക് 6 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ചേലാമറ്റം ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടതും തുടർന്ന് ഒക്കൽ വഴി MC റോഡിലേക്ക് ചെന്ന് പോയി വൺ വേ സംവിധാനത്തോടെ ആയിരിക്കും പോകാൻ വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. വലിയ വാഹനങ്ങൾ ആലഞ്ചോട് ഭാഗത്തുള്ള KSRTC എന്ന താൽക്കാലിക ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് യാത്രക്കാരെ ഇറക്കി തിരികെ വല്ലം വഴി MC റോഡിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ നിലവിലുള്ള സെക്യൂരിറ്റി ജീവനക്കാർ കൂടാതെ വാൻഗാർഡ് എന്ന പ്രൈവറ്റ് സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ട് 70ഓളം സെക്യൂരിറ്റി ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും 100-ലധികം ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കുമെന്നുള്ള വിവരങ്ങളും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ രാജഗിരി ആശുപത്രിയുടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും മെഡിക്കൽ ടീം ഇവിടെ ഉണ്ടായിരിക്കും. ആംബുലൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 10 മണി മുതലാണ് വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പുലർച്ചെ 6 മണി മുതൽ അങ്കമാലി ഡിപ്പോയിൽ നിന്നും പെരുമ്പാറ ഡിപ്പോയിൽ നിന്നും KSRTC സർവീസുകൾ ആരംഭിക്കുമെന്നുള്ള വിവരവും ഏർപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. ദിശാവാർഡുകൾ കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. കൂടുതൽ CCTV ക്യാമറകൾ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആണ് പൂർത്തീകരിച്ച് വരുന്നത്. 12-ാം തീയതി പുലർച്ചെ 3 മണിക്ക് തന്നെ ക്ഷേത്രനട തുറക്കുന്നതാണ്. ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിതൃക്കൾക്ക് ധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന പെരിയാർ നദിയുടെ സാമീപ്യം കൊണ്ടും ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായി തന്നെയാണ് ഭക്തജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടം ദക്ഷിണകാശി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അന്നേ ദിവസം
പിതൃമോക്ഷത്തിനായിട്ട് വാവ് നമസ്കാരവും തിലകവനവും കൂടാതെ പിതൃ സായുജ്യത്തിനായിട്ട് ദ്വാദശ നാമ പൂജ, കാലുകഴിച്ചൂട്ട് എന്നീ പ്രധാന പരിപാടികൾ നടത്തുന്നത് ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ തുടർച്ചയായിട്ട് പാലം അടച്ചിടുമെന്നും രാത്രി കാലങ്ങളിൽ ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കില്ല എന്നും അറിയിച്ചിരുന്നു. എന്നാൽ ക്ഷേത്ര ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടവരുമായിട്ട് നിരന്തരം അപേക്ഷകളും മറ്റു കാര്യങ്ങളും ചെയ്തതിന്റെ പേരിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും 10-ാം തീയതി രാത്രിയിലെ കാലടിപ്പാലത്തിലെ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നീട് 12-ാം തീയതി മാത്രമേ രാത്രിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നും ബലിതർപ്പണത്തിന് പോകുന്ന ഭക്തന്മാരുടെ സൗകര്യാർത്ഥം 11-ാം തീയതി രാത്രി പൂർണ്ണമായും ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിനായി ബലിത്തറകളും പുരോഹിതരും സജ്ജരാണ്. ഒരേ സമയം 1000-ഓളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കാലവർഷം ദോഷകരമാകാതിരിക്കാൻ പുഴക്കടവും ക്ഷേത്ര പരിസരവും പന്തൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം, പാർക്കിംഗ്, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളുടെ സേവനം, ഭക്തർക്ക് ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയും ഉറപ്പാക്കിയതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് VH ഹരിദാസ്, വൈസ് പ്രസിഡന്റ് TR ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി C ഹരി, ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ, ട്രഷറർ CR രാമചന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ PN ഗൗരീശങ്കർ, MA അശോകൻ, TB പ്രസാദ്, PS വേണുഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ TK രാജീവ്, ദേവസ്വം മാനേജർ KA പ്രസാദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.